അന്ന് ആ കല്യാണപ്പന്തലിൽ അണിഞ്ഞൊരുങ്ങി നവവധുവായി നിൽക്കേണ്ട ആ പെൺകുട്ടി തന്റെ സകല സ്വപ്നങ്ങളും തകർന്നു എന്നറിഞ്ഞപ്പോ ഒരു കഷ്ണം കയറിൽ ആ ജീവിതം അവസാനിപ്പിച്ചു. ഏതോ ഒരു പെണ്ണിന്റെ മരണവാർത്ത കേട്ടപ്പോ നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഒന്നുമില്ല സാർ. ഉണ്ട്. ഒന്നുമില്ല സാർ. അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് നടന്ന എല്ലാ മോഷണങ്ങളുടെയും പിന്നിൽ നിങ്ങളുണ്ട്. ഇല്ല സാർ, ദയവേത് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളിത് ആദ്യമായിട്ടാ പിടിക്കപ്പെടുന്നത് അല്ലേ? അല്ല, മോഷ്ടിക്കുന്ന. നുണ പറയാം, സ്വന്തം മനസാക്ഷിയോടാകരുത്. കള്ളന്മാർക്ക് കൈ കിട്ടുന്നത് എന്തും മോഷ്ടിക്കാം. അങ്ങനെ വേണമെങ്കിൽ ഒരു ലോകം തന്നെ കീഴടക്കാം, രാജാവാകാം. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നുമ്പോ പശ്ചാത്തപിക്കാം. ശരിയല്ലേ? അതെ സാർ. പക്ഷേ നമ്മുടെ കയ്യബദ്ധം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവൻ തിരിച്ചു നൽകാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുമോ? അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സ്, അതിനൊപ്പം പ്രവർത്തിക്കുന്ന ശരീരം, ഇതെല്ലാം പ്രായം മനുഷ്യന് തരുന്ന ഗിഫ്റ്റാണ്. പക്ഷെ ഒരിക്കൽ മനസ്സ് ചെല്ലുന്നിടത്ത് കൈ എത്താതാകും. കാലത്തിന്റെ വികൃതി. അന്ന് മനസാക്ഷി നൊമ്പരപ്പെടും. ഞാനതാണ്. ഇവിടുന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചു? പറയൂ, ധൈര്യമായി പറയൂ. കൈ കിട്ടുന്നത് എന്തും